പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അതായത് LBS MCAയുടെ വളരെ വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഏത് കോളേജിലാണ് നിങ്ങൾ പഠിക്കണം എന്ന ഒരു കാര്യം അതിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നേരെ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പുതിയ 2 അപ്ഡേഷൻ നിങ്ങൾക്ക് വന്നത് കാണാൻ പറ്റും. അതായത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? ഒന്ന് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആണ്. അതിപ്പോൾ ലാസ്റ്റ് വന്നതാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രൊവിഷണലിന് ശേഷം ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുമോ? ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ? ട്രയൽ അലോട്ട്മെന്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 31/7 എന്ന തീയതിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ റീഅറേഞ്ച് ചെയ്യണം. ആരാണ് റീഅറേഞ്ച് ചെയ്യേണ്ടത്? എന്തിനാണ് റീഅറേഞ്ച് ചെയ്യേണ്ടത്? കംപ്ലീറ്റ് കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് എന്ത് ചെയ്യുക? മുഴുവനായിട്ട് കാണാം. ഒരു ഇൻട്രൊഡക്ഷൻ്റെയും കാര്യം മറ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ കംപ്ലീറ്റ് സബ്മിറ്റ് ചെയ്ത് ആ സൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോന്നായി സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം നിങ്ങൾ നോക്കേണ്ടത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പ്രൊവിഷണലിൽ നിങ്ങളുടെ റാങ്ക് ഏകദേശം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഫൈനലിൽ ആ റാങ്കിന് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത്. മേ ബി ഒരു 80 to 90% റാങ്കിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പ്രൊഫഷണൽ വന്ന അതേ റാങ്ക് തന്നെയായിരിക്കും നിങ്ങളുടെ ഫൈനൽ റാങ്ക് ആയിട്ട് വന്നിട്ടുണ്ടാവുക. അതായത് അത് എങ്ങനെയാണ് വരുന്നത്? പ്രൊഫഷണൽ വന്ന് ഇന്ന ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ റാങ്കുകളൊക്കെയാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു സാധനം എന്ത് ചെയ്യുക? അവിടെ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ അടുത്ത എക്സാമിനൊക്കെ പോകുമ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റാണ്, അതിൻ്റെ കോപ്പിയൊക്കെ കൊണ്ടുപോകാനാവുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു കാര്യം നോക്കേണ്ടത്. മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇതാണ്. ട്രയൽ അലോട്ട്മെന്റ് ആണ്. അതിനുശേഷം പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ലോഗിനിലേക്ക് കയറി നോക്കിയാൽ കാണാൻ പറ്റും. ആ കയറി നോക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്തൊക്കെ ചേഞ്ച് ആണ് അവിടെ വന്നിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. ട്രയൽ അലോട്ട്മെന്റിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ്. സ്കോർ കാർഡ്. ഓക്കെ. സ്കോർ കാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ. നിങ്ങളുടെ സ്കോർ കാർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കാണാൻ പറ്റും. അതിനുശേഷം കോളേജ് ഓപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? കോളേജ് ഓപ്ഷൻ ഇപ്പോൾ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ നിങ്ങൾ എന്തൊക്കെ ചേഞ്ച് വരുത്തണം ഞാനിപ്പോൾ പറഞ്ഞുതരാം. എന്തൊക്കെ ചേഞ്ചും കാര്യങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ മാക്സിമം പറയാൻ പറ്റുന്ന നമ്മൾ എന്ത് ചെയ്യും. ഇനി വല്ല ലൈവോ കാര്യങ്ങളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങളെ എന്ത് പറഞ്ഞിട്ടുണ്ട്? സ്കോർ കാർഡ് വന്നിട്ടുണ്ട്, കോളേജ് ഓപ്ഷനും വന്നിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ കോളേജ്, ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത്, ആ ഒരു കോളേജിന്റെ പേരും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. കോളേജ് നെയിമും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കാണാൻ പറ്റും. അപ്പം ഞാൻ നേരെ ഇനി അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ത് ചേഞ്ചാണ് വന്നിട്ടുള്ളത്. റിവൈസ്ഡ് കോളേജ് ലിസ്റ്റൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. അതിനകത്ത് എന്തുണ്ടായിട്ടുണ്ട്? അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ 61 ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 62 കോളേജ്, ഏതൊരു കോളേജും കൂടി അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? LBSന്റെ MCAയുടെ അണ്ടറിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ്. അടുത്ത പേജിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ലോഗിൻ പേജ്. ഓക്കെ. ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്? ലോഗിൻ പേജ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൻ പറ്റും. സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച് എന്തൊക്കെയാണ് വന്നത്. ഹാൾ ടിക്കറ്റിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാൾ ടിക്കറ്റിന് ശേഷം നിങ്ങൾക്ക് സ്കോർ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കോളേജ് ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഓപ്ഷൻ. ആദ്യം എന്തേ ഉണ്ടായിരുന്നുള്ളൂ? കോളേജ് ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിലവിൽ നിങ്ങൾ കോളേജ് ഓപ്ഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താ കാണാൻ പറ്റുന്നത്? നിങ്ങളുടെ കോളേജ് ഓപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ ഏത് കോളേജാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ റീഅറേഞ്ച് ചെയ്യാനും കൂടുതൽ കോളേജുകൾ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ സ്കോർ കാർഡിനെ കുറിച്ച് അതാണ് പറയാനുള്ളത്. കോളേജിൻ്റെ കാര്യം അതാണ്. ഞാൻ അടുത്തതിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കോളേജ് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ലിസ്റ്റ് ഓഫ് കോളേജ് കാണാം. ഡൗൺലോഡ് ബട്ടൺ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക. ഇവിടെ റീഅറേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റീഅറേഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വീണ്ടും പ്ലസ് ചിഹ്നം കാണാം. ആഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ കോളേജ് ആഡ് ചെയ്യണം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. കോളേജ് ആഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേട്ടോ. നിലവിൽ ഒരു ട്രയൽ അലോട്ട്മെന്റ് വന്ന സമയത്ത് എവിടെയും കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. വൈ? അതാണ് ചോദ്യം. എന്തുകൊണ്ട് അവർ കിട്ടിയില്ല? അവർ മതിയായ കോളേജുകൾ കൊടുത്തിട്ടില്ല. കുറേ പേര് എന്ത് ചെയ്തു? ആദ്യത്തെ ഒരു 5 കോളേജ് കൊടുത്തതിന് ശേഷം, അതും ടോപ്പ് കോളേജുകൾ കൊടുത്തതിന് ശേഷം പിന്നീട് കോളേജ് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ റാങ്ക്
വളരെ കുറവാണെങ്കിൽ, നിങ്ങളുടെ റാങ്ക് കുറവാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് മതിയായ കോളേജിൽ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ സ്ഥലത്തും കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ആ ലിസ്റ്റിൽ വരില്ല. അങ്ങനെ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതായത് ട്രയൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം, ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷവും ലിസ്റ്റിൽ ആരവരും അതായത് ഇതുവരെ ആരും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള കോളേജുകളും നിങ്ങൾ പ്രിഫറൻസ് ചെയ്യുക. മാക്സിമം ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 40 to 50 അല്ലെങ്കിൽ 60 ആണ് നമുക്ക് ആകെ ഉള്ളത്. ഒരു 40 അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പറ്റണ ഒരു 20 to 30 കോളേജെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്റ്റ് ചെയ്യുക. അത്രയും നല്ല കോളേജുകൾ മാത്രമേ ഉള്ളൂ. മാക്സിമം ഒരു 20 കോളേജാണ് നിങ്ങൾക്ക് വിരലിൽ എണ്ണിയാൽ കിട്ടാവുന്നുള്ളൂ. അത്രയെങ്കിലും കോളേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്റ്റ് ചെയ്യണേ. ഇത് റിക്വസ്റ്റ് ആയിട്ട് തന്നെ എടുക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അലോട്ട്മെന്റ് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ഇനി വരുന്ന സംശയങ്ങളാണ്, നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ നിങ്ങൾക്ക് പോരാ, അതായത് മതിയായ ഓപ്ഷൻ അല്ല കിട്ടിയത്, തൊട്ടപ്പുറത്തെയാണ് മുകളിലേക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ കിട്ടിയവർക്കൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ടോ. അതിനുശേഷം അടുത്ത ചേഞ്ചസ് കാർഡ്, സ്കോർ കാർഡിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ കാണാൻ പറ്റും. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നിങ്ങളുടെ ഫോട്ടോ അടക്കം നിങ്ങളുടെ ഓരോന്നിനും സ്കോർ കാണാൻ പറ്റും. കോളേജ് ഓപ്ഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് എന്താ വരുന്നത്, അലോട്ട്മെന്റ്. അലോട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ഏതാണെന്ന് കൃത്യമായിട്ട് കാണുന്നുണ്ട്. സീറ്റ് ടൈപ്പും നിങ്ങൾക്ക് കാണുന്നുണ്ട്, സീറ്റ് ടൈപ്പും കാണാം. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് കൃത്യമായി ശ്രദ്ധിക്കുക. ദിസ് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് എന്താണ് സ്ലോലി ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിംഗ് ട്രാൻസ്പെറൻസി ആൻഡ് അലോവിംഗ് കാൻഡിഡേറ്റ് ടു വെരിഫൈ ദെയർ സബ്മിറ്റഡ് ഓപ്ഷൻ ആൻഡ് ഡീറ്റെയിൽസ്. ദിസ് അലോട്ട്മെന്റ് ഡസ് നോട്ട് കോൺഫർ ആൻഡ് എനി റൈറ്റ് ടു ക്ലെയിം ഫോർ റെഗുലർ അലോട്ട്മെന്റ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെയിലിൽ കൃത്യമായിട്ട് 29/7 മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സാധനം കറക്റ്റ് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇൻഫോം ചെയ്യണം കേട്ടോ. 29/07/26 നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതാണ് അലോട്ട്മെന്റിന്റെ കേസിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് കിട്ടിയ കോളേജും അവിടെ കാണാം. ഓക്കെ, ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് നിലവിൽ നിങ്ങൾ ലിസ്റ്റ് ഓഫ് കോളേജുകൾ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ലിസ്റ്റ് ഓഫ് കോളേജുകൾ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. നിലവിൽ നിങ്ങളിപ്പോൾ ഒരു ജസ്റ്റ് റാൻഡംലി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇഷ്ടംപോലെ കോളേജ് കൊടുത്തു, നിങ്ങൾക്ക് ഇവിടെ കിട്ടി. അതായത് 1, 2, 3, 4 5ാമത്തെ കോളേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു, കിട്ടി. പക്ഷേ നിങ്ങൾക്ക് 4ാമത്തെ കോളേജാണ് കിട്ടേണ്ടിയിരുന്നത്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് അതാണെങ്കിൽ 5ആണ് കിട്ടിയത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ റാങ്ക്, നിങ്ങളുടെ റാങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഓപ്റ്റ് ചെയ്ത കോളേജ് ഇതാണ് എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജ് ഇതാണ് എന്നുള്ളത് മനസ്സിലായത്. വിച്ച് മീൻസ് താഴെയുള്ള ഏത് കോളേജിൽ അപേക്ഷിച്ചാലും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താഴെയുള്ള ഏത് കോളേജിലും അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആ റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പം ഉണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ താഴെയുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി മുകളിലേക്ക് നിങ്ങൾക്ക് കയറണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നേരെ ഒന്നുമില്ല, താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കോളേജിൻ്റെ ഓരോ കോളേജിലും ലാസ്റ്റ് എത്ര ആണ് റാങ്ക് കയറിയത് എന്നുള്ള കൃത്യമായ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ കാണിച്ചു തരാം. ഓരോ കോളേജിലും എത്ര ലാസ്റ്റ് കയറിയത് റാങ്ക്. ഇനി അവിടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഗവൺമെൻറ് കോളേജ് TVMൽ എന്താ ഉണ്ടായത്, തിരുവനന്തപുരത്തിൽ ഒരു 1300 മുകളിൽ റാങ്ക് കിട്ടിയ ആളുകൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. കാരണം അവിടെ എന്താണ്, കാറ്റഗറി എന്താണ്, കമ്മ്യൂണിറ്റി കോട്ടകളുണ്ട്. കോട്ട ബേസ് ചെയ്തിട്ടാണ് അവർ കയറിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ട അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റാങ്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അവിടെ എല്ലാ കമ്മ്യൂണിറ്റി കോട്ടയിലും ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ടോ എന്നും കൂടി നോക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അതിൽ വരും. അതായത് ഇപ്പോൾ ഇവിടെ 6 റിസർവ്ഡ് ആയിട്ടുള്ള, നിങ്ങളുടെ ഇതിന് റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ 5 നോക്കിയാൽ മതി. ആ കമ്മ്യൂണിറ്റി എണ്ണിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കോട്ടകൾ എണ്ണിയാൽ മനസ്സിലാവും. അവിടെ 5 ഫില്ല് ചെയ്തെങ്കിൽ വേറെ ഒരു 6ാമത്തെ, അതായത് ഒരു കോട്ട കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈസി ആയിട്ട് അവിടെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോപ്പ് കോളേജിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ മറ്റേ കോളേജിൻ്റെ ഇതിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ. വേറെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ലോഡ് ആവുന്നത് ഇതാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ്. നിങ്ങളുടെ റാങ്കുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കുക. ചേഞ്ച് ഒന്നും വന്നിട്ടില്ല നോക്കുക. ഇനി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, റാങ്കിലേക്ക് എന്തെങ്കിലും ഒരു റാങ്ക് കൂടുക അല്ലെങ്കിൽ ഒരു റാങ്ക് കുറയുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് റാങ്ക് ലിസ്റ്റ്. വേറെ കാര്യമായിട്ട് മാറ്റമൊന്നും ഇല്ല തോന്നുന്നു. ഏറ്റവും ലാസ്റ്റ് എത്രയാണ് കയറിയത്, നമ്മൾ അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ പേജ് ബ്ലാങ്ക് ആണ്. ഓക്കെ, എത്രയാണ് ലാസ്റ്റ് കയറിയത് നോക്ക്, ജസ്റ്റ് നോക്കിയാൽ മതി. വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നും അത്ര വലിയ ചേഞ്ചസ് വന്നിട്ടില്ല. എത്രയാണ്, 3846 ഓക്കെ, 3846 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതിലില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇത് കാണിച്ചു തരാം. ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ കേസിലേക്ക് ഒന്ന് പോകാം. ട്രയൽ അലോട്ട്മെൻറ്റ് ഞാൻ എന്ത് ചെയ്യാണ്,
ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രയൽ അലോട്ട്മെൻറ്റിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോളേജ് സെലക്ട് ചെയ്യാൻ മറ്റുള്ള ഒരു ഇതിൽ നിങ്ങൾക്ക് 2025-ലെ അലോട്ട്മെൻറ്റ് കാണാം. ഇനിയിപ്പോൾ അത് പോയി ചെക്ക് ചെയ്യേണ്ട. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കും. സെലക്ട് കോളേജ് കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ കൊടുത്ത കോളേജ് അവിടെ ലാസ്റ്റ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, അതായത് സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിട്ടുള്ള റാങ്ക് എത്രയാണെന്ന് നോക്കുക. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ സാധ്യത ഉണ്ടോ നോക്കാം. നോർമലി ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് അവിടെ തന്നെയാണ് ഫസ്റ്റിലും കിട്ടാനുള്ള സാധ്യത. നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. ട്രയൽ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് അല്ല, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ആ കോളേജിൽ ഇനി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ടോപ്പ് കോളേജിൽ കിട്ടാൻ സാധ്യതയുണ്ടോ, അവിടെ സീറ്റ് വാക്കൻസി ഉണ്ടെങ്കിൽ, വാക്കൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ടോപ്പ് കോളേജ് ഏതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നോക്കാം. TVM അല്ലേ നമുക്ക് നോക്കേണ്ടത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം ഞാൻ സെർച്ച് ചെയ്യാൻ പോവാം. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന, അതായത് റാങ്ക് 2 ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. റാങ്ക് 3, റാങ്ക് 4, റാങ്ക് 6, റാങ്ക് 8 ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റേറ്റ് മെറിറ്റ് ആട്ടോ, ഇതൊക്കെ സ്റ്റേറ്റ് മെറിറ്റ് ആണ്. ഇനി നോക്ക്, സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് അവിടെ കയറിയത് 39 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. 39 സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് കയറിയിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം വരുന്നതെല്ലാം ഇതെല്ലാം എന്താണ്, കമ്മ്യൂണിറ്റികളാണ്, കമ്മ്യൂണിറ്റി കോട്ടകളാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് പല കമ്മ്യൂണിറ്റി കോട്ടകളുണ്ട്, നിങ്ങൾ അതൊക്കെ നോക്കുക. അതിൽ ലാസ്റ്റ് നോക്കുന്ന സമയത്ത് 3593 കിട്ടിയ ആളും എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. അത് കാറ്റഗറി ബേസ് ചെയ്ത് ഓരോ കാറ്റഗറിക്കും റിസർവ്ഡ് സീറ്റ് ഉണ്ടാവും ആ കോളേജിൽ, അതുകൊണ്ടാണ് കയറിയത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് എന്നേക്കാൾ കുറഞ്ഞ റാങ്ക് ഉള്ള ആളുകളും പല കോളേജും കിട്ടി, എനിക്ക് എവിടെയും കിട്ടിയില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി റിസർവ്ഡ്, അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിസർവ്ഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സാധനം. ഞാൻ വേറൊന്നുമല്ല പറയുന്നത്, കമ്മ്യൂണിറ്റി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അധികം ചർച്ച ചെയ്യുന്നില്ല, അതൊക്കെ ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കാരണം കൊണ്ടാണ് റാങ്ക് ലിസ്റ്റിലും പലതിലും വരാത്തതും, അല്ലെങ്കിൽ പലതിലും പല ആളുകൾക്കും കിട്ടിയത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ട്. ഇതിപ്പോൾ TVMത്തെ കാര്യമാണ്. നമുക്ക് തൃശ്ശൂർ കൂടി നോക്കാം കേട്ടോ. തൃശ്ശൂരും കൂടി നോക്കാം. നിങ്ങൾ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൃശ്ശൂർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കോളേജ് തലശ്ശേരി, വടകര, ഗവൺമെൻറ് അല്ലേ, ഇപ്പോൾ ജിയിൽ നോക്കിയാൽ മതി. എല്ലാ കോളേജും നോക്കണം. അപ്പോൾ നിങ്ങൾ കൊടുത്ത എല്ലാ കോളേജും നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ കോളേജിലും ലാസ്റ്റ് അപേക്ഷിച്ച് എല്ലാവരും കാണാം. ചില കോളേജുകളൊന്നും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. ഓക്കെ, അതും മനസ്സിലാക്കണം. ചില കോളേജിൽ എന്തുണ്ടാവില്ല, ആരും അപേക്ഷിച്ചിട്ടും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. തൃശ്ശൂർ നോക്കാം, സെർച്ച് ചെയ്ത് നോക്കാം. ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, റാങ്ക് 5 വരുന്നുണ്ട്, 10 വരുന്നുണ്ട്, 19 വരുന്നുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക 100 പല ആളുകളും 100-ഉം 200-ൻ്റെ ഇടയിലുള്ള പല ആളുകളും എനിക്ക് അവിടെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത് അവിടെ 100 ആട്ടോ. 100 വരെയുള്ള സ്റ്റേറ്റ് മെറിറ്റ് ആണ് അവിടെ ഉള്ളത്. ബാക്കി കമ്മ്യൂണിറ്റി കോട്ടകളാണ്. കമ്മ്യൂണിറ്റി കോട്ടകൾ കുറേ ഉണ്ട്. 2000 വരെയുള്ള ആളുകൾ പല കമ്മ്യൂണിറ്റികളിലായിട്ട്, 2200 ഒക്കെ റാങ്കുള്ള ആളുകൾ പല കമ്മ്യൂണിറ്റികളായിട്ട് കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണേ. അപ്പം അങ്ങനെയാണ് വരുന്നത്. ഇതിൽ നിങ്ങളെ റാങ്ക് ഏതാ, നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ഏതാന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി മനസ്സിലാക്കാം. ഞാൻ വെറുതെ വേറെ കോളേജ് സെലക്ട് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഓരോ കോളേജിലും ഇത്ര എണ്ണം സീറ്റ്, ഇത്ര ആളുകളുണ്ടാവും. ഇത് മറ്റൊരു കോളേജിൻ്റെ കാര്യമാണ്. ഇനി ഏതാ, നമുക്ക് രാജീവ് ഗാന്ധി കോളേജ് ഒന്ന് നോക്കാം. ഓക്കെ, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഏതാ റാങ്കാണ് വന്നത് നോക്ക്. 47 തൊട്ടാണ് അവിടെ തുടങ്ങിയത്. സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് വന്നത് എവിടെയാണ്, 231. താഴേക്ക് വരുന്ന സമയത്ത് പല റാങ്കുകൾ. അപ്പോൾ 3000 കിട്ടിയവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടുമോ. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അവിടെ കിട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ. TKM നോക്കാം, TKMൻ്റെ അവസ്ഥ എന്താ നോക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ കഥ. 172 ആണ് ലാസ്റ്റ് സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്റ്റേറ്റ് മെറിറ്റ് നോക്കാം കേട്ടോ. കോട്ട, കമ്മ്യൂണിറ്റി കോട്ടകളൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് വന്ന് ഈ കോളേജ് നോക്കാം. ഈ കോളേജിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ, ഉണ്ട്, അവിടെയും കൊടുത്തിട്ടുണ്ട്. പല റാങ്കിലുള്ളവർക്കും പലതിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇതിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ കൊടുത്ത കോളേജിൻ്റെ എണ്ണം കുറവാണെങ്കിൽ മാക്സിമം കോളേജിൻ്റെ എണ്ണം പോയി കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾ ട്രയൽ വരാത്തവരാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതായത് അപ്ഗ്രേഡ് ചെയ്യാന്ന് വെച്ചാൽ മുന്നിലുള്ള കോളേജിലേക്ക് കിട്ടണമെങ്കിൽ അവിടെ ആളുകൾ കൃത്യമായി അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എവിടെയും കിട്ടാത്തൊരു ബാക്കിയുള്ള കോളേജ് കൂടി എന്ത് ചെയ്യാം, ആഡ് ചെയ്യുക. ഇപ്പോൾ സൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും വീണ്ടും സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വേഗം തന്നെ പോയി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. ഇനിയും അടുത്ത ഇൻഫർമേഷനും കാര്യങ്ങളായിട്ട് വരാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ MCA അഡ്മിഷൻ. താങ്ക് യു.